ഹലോ ഗൈസ്, അപ്പോൾ രണ്ടാളും കൂടി നല്ലൊരു അടിപൊളി ഹായ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്ന് ഞാൻ രാവിലെ തന്നെ മോളെ ആദ്യം റെഡിയാക്കാനാട്ടോ നിന്നത്, പിന്നെയാണ് ഭക്ഷണമൊക്കെ കൊടുത്തത്. അങ്ങനെ അതാ മോള് പോയിട്ടോ. പോയി കഴിഞ്ഞ് ഞാൻ ഗേറ്റ് അടച്ചൊക്കെ ചെയ്തു. മഴ പെയ്യാനും വേണ്ടി ഇങ്ങനെ നിന്നിരുന്നു. ഇപ്പം ഇന്നും മഴയൊന്നും പിന്നെ പെയ്തിട്ടില്ല, നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസം തോന്നുന്നുണ്ട്. അങ്ങനെ താങ്ങി ഞാനും മോനും ഒറ്റയ്ക്ക് തന്നെ കേട്ടോ. ഞങ്ങളിത് ആദ്യം ചായയാണ് കുടിക്കണേ. ഞാൻ ഓനക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കൂട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കടി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അടുക്കള, ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അടുക്കള കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഫുഡ് ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പം മുട്ടയും പഴമൊക്കെ പുഴുങ്ങി വെച്ചിരുന്നു. ഞാനതൊന്നും കഴിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത്. നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയുണ്ട്. നെയ്ച്ചോറ് ഇതാ നല്ല അടിപൊളി, എന്താ പറയുക, ക്യാരറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിയുണ്ട്. തേങ്ങ അരച്ചതാണോ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തോന്നുന്നുണ്ട്. അതുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഉച്ചക്ക്. പിന്നെ രാവിലത്തേക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഉണ്ട് സെറ്റാക്കും കേട്ടോ. അങ്ങനെ അത് ഞാൻ ഹോളത്തെ ജനലൊക്കെ തുറന്നിടുകയാണ് കേട്ടോ. ഒന്ന് കാറ്റും വെളിച്ചൊക്കെ ഒന്ന് തട്ടാൻ. ആരും ഇതൊന്നും തുറന്ന് ഇടാനൊന്നും നിന്നിട്ടില്ല. രാവിലെ പിന്നെ ഇവിടെ ഒരു ബഹളമാണ്. പിന്നെ ഇന്നലത്തെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ തീരുമാനം വേണ്ടി ഞാൻ നിന്നു കേട്ടോ. അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ആദ്യം അതാണ്ട് ഇട്ടിട്ട് പിന്നെ സെറ്റാക്കി വെച്ചാൽ പിന്നെ ചായയും കടിയും കുടിച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ പണിയൊക്കെ ഒരു വിധമാകുമ്പോഴത്തേന് അത് സെറ്റായിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു കണ്ണ് അവിടെ ഒരു കണ്ണ് ഇവിടെ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പിന്നെ ഇവിടെ റീസെൻ്റായിട്ട് വാങ്ങിയ ഒരു ഐറ്റം കേട്ടോ, അത് എയർ ഫ്രയർ. ഞാനിങ്ങനെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യണം എങ്ങനെയെന്നുള്ളൊരു ഇതുണ്ട്. അവിടെ മേലെ കുറേ ഐറ്റംസും ഉണ്ട്, എത്ര ടൈമാണ് വേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ അതാ ഞാനും മോനും ഭക്ഷണം കഴിക്കാണ് കേട്ടോ. അവനക്ക് കൊടുത്തു കഴിഞ്ഞു, പിന്നെ ഞാനും കഴിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മേലേക്ക് വന്നു. ഇവിടെ കുറേ മുന്നേ അലക്കിയിട്ടത് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൂപ്പരാൾക്ക് അവിടെ എന്തൊക്കെയോ പണിയാണ്, കാര്യമായിട്ട് എന്തോ വർക്കിലാണെന്ന് പറയാം. അതാ മോളെ ബുക്കും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ ഓനക്ക് ഓൻ്റെതായിട്ട്. ഓനാണ്ട് ഫ്രീ ആക്കി വിടണം, എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല. പിടിച്ചു വെച്ചിരുന്നാലാണ് പ്രശ്നം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഡ്രസ്സൊക്കെ വലിച്ചിട്ടുകൊണ്ടിരുന്നുണ്ട്. അങ്ങനത്തെ ഓരോ പണികൾ തന്നെ കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ആളൊന്ന് ഉറങ്ങിക്കണം ഏതായാലും. പിന്നെ ഞാൻ കുളിക്കാനും വേണ്ടിയൊക്കെ നിന്നു കേട്ടോ. ഇത് മേലെ ബാൽക്കണി ഇങ്ങനെ ഓപ്പണായിട്ട് ആയിരുന്നു മുന്നേ. ഇപ്പോൾ കമ്പിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. അതാണ് കേട്ടോ എളാപ്പൻ്റെ വീട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എളാപ്പൻ്റെ വീടും ഞങ്ങളെ വീടും കേട്ടോ. അങ്ങനെ അതാ ഉച്ചക്ക് മോന് എണീറ്റൊക്കെ ചെയ്തു. പിന്നെ ഞാൻ മോനക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ ഞാനും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.